വംശനാശം സംഭവിച്ച ജീവികളെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ഡോഡോ പക്ഷിനെ കുറിച്ചാണ്. ഇവരുടെ കഥ എന്നും നമ്മൾ സങ്കടത്തോടെ മാത്രമാണ് കേൾക്കാറ്. മനുഷ്യന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതായ ഡോഡോ പക്ഷിയെ കുറിച്ച് നമുക്കിന്ന് പറയാം. കാലാവസ്ഥ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും മൂലം നിരവധി ജീവികൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്റെ ക്രൂരത മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ പക്ഷികൾ. ഡോഡോ പക്ഷിയുടെ പേരിന്റെ ഉത്ഭവം മണ്ടൻ അല്ലെങ്കിൽ വിഡ്ഢി എന്നർത്ഥമുള്ള ഡൗഡോ അല്ലെങ്കിൽ ഡൂയിഡോ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നുമാണെന്നും അതല്ല ഡോഡോ ഡോഡോ എന്നൊരു ശബ്ദം ഡോഡോ പക്ഷികൾ പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണെന്നും വിശ്വസിക്കപ്പെടുന്നു. കാണാൻ താറാവിനെ പോലെയാണെങ്കിലും പ്രാവു വർഗത്തിൽപ്പെട്ടതാണ് ഡോഡോ പക്ഷികൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസിൽ മാത്രമായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. വലിപ്പം കൂടിയതും പറക്കാൻ കഴിവില്ലാത്തതുമായ പക്ഷികളായിരുന്നു ഇവർ. മരത്തിൽ നിന്നും നിലത്തു വീഴുന്ന പഴവർഗ്ഗങ്ങളും ചെറിയ ചെടികളുടെ വിത്തുകളും പഴങ്ങളുമായിരുന്നു ഇവർ ഭക്ഷണമാക്കിയിരുന്നത്. നിലത്തായിരുന്നു ഇവർ കൂടുകൂട്ടി മുട്ടയിട്ടിരുന്നത്. അതുകൊണ്ടെല്ലാം മനുഷ്യർക്ക് ഇവരെ പെട്ടെന്ന് വേട്ടയാടാൻ പറ്റി. ഇതെല്ലാം അവരുടെ വംശനാശത്തിന് കാരണമായി. 1598 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവികരാണ് ഡോഡോ പക്ഷിയെ കുറിച്ചുള്ള വിവരണം ആദ്യം രേഖപ്പെടുത്തുന്നത്. 1662 മനുഷ്യൻ അവസാനമായി ഒരു ഡോഡോ പക്ഷിയെ കണ്ടെത്തിയതായി പറയപ്പെടുന്നത്. ഓക്സ്ഫോർഡിലെ ആഷ്മോളിയൻ മ്യൂസിയത്തിൽ ഡോഡോയുടെ അസ്ഥിക്കുടങ്ങൾ കാണാൻ കഴിയും. ഡോഡോ പക്ഷിയുടെ അസ്ഥിക്കുടം പരിശോധിച്ചപ്പോൾ ഈയം കൊണ്ടുള്ള വെടിയുണ്ടയുടെ അവശിഷ്ടങ്ങൾ കാണുവാനിടയായി. പ്രധാനമായി ഇവരുടെ ഇറച്ചിക്ക് വേണ്ടിയായിരുന്നു മനുഷ്യർ വേട്ടയാടിയിരുന്നത്. 3 അടിയോളം പൊക്കവും 20 കിലോ ഭാരവും ഡോഡോ പക്ഷികൾക്കുണ്ടായിരുന്നു. മൗറീഷ്യയിലെ കാൽവേരിയ മരവും ഡോഡോ പക്ഷിയും തമ്മിൽ ബന്ധമുണ്ട്. ഇത് അടുത്തിടെ സയന്റിസ്റ്റുകാർ കണ്ടുപിടിച്ചു. ഡോഡോ പക്ഷികൾ വംശനാശം സംഭവിച്ചോടെ മൗറീഷ്യയിലെ കാൽവേരിയ വൃക്ഷത്തിനും കുറവ് സംഭവിച്ചു. 300 വർഷം പഴക്കമുള്ള വളരെ കുറച്ച് കാൽവേരിയ വൃക്ഷങ്ങൾ മാത്രമേ അവിടെ ഇപ്പോൾ ഉള്ളൂ. കാൽവേരിയ മരത്തിന്റെ പഴങ്ങൾ ഡോഡോ പക്ഷികൾ കഴിച്ചതിന് ശേഷം കാഷ്ടിച്ച് കളയുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന വിത്തിൽ നിന്നുമാണ് പുതിയ കാൽവേരിയ മരങ്ങൾ ഉണ്ടാവുന്നതെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഡോഡോ പക്ഷികളുടെ നാശത്തിനു ശേഷം കാൽവേരിയ മരങ്ങൾക്കും നാശം സംഭവിച്ചു. സയന്റിസ്റ്റുകൾ ഡോഡോ പക്ഷിയുടെ ജനിതക ഘടന പൂർണ്ണമായി ശേഖരിച്ചിട്ടുണ്ട്. ഡോഡോ പക്ഷിയെ പുനർജനിപ്പിക്കാനാണ് ശാസ്ത്ര ലോകം ശ്രമിക്കുന്നത്. എന്നാൽ സസ്തനികളെ പുനർജനിപ്പിക്കുന്നതിലും പാടാണ് പക്ഷികളുടെ കാര്യം. അതിനാൽ ഡോഡോ തിരികെ വരുമെന്ന് ഒരു ഉറപ്പുമില്ല.